ഏതെങ്കിലും ഒരു അമൽ ഒരു കുഴപ്പമില്ല അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് പറയാൻ കഴിയുമോ? അള്ളാഹിൻ്റെ ദുനിയാവിൽ വെച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എൻ്റെ ഒരു അമൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അങ്ങനെ ഒരാൾക്കും വഅദ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു വഅദയുള്ള നിങ്ങൾ ചെയ്തോളെ സ്വീകരിച്ചോളാം, ചെയ്താൽ പ്രതിഫലം കിട്ടും. അത് നിയ്യത്ത് എന്തായിക്കോട്ടെ, ഒരു നിയ്യത്തും ഇല്ലാതെ ആയിക്കോട്ടെ, അർത്ഥം ചിന്തിച്ചോ ചിന്തിക്കാതെയോ അദബ് പാലിച്ചോ പാലിക്കാതെയോ എങ്ങനെയും ആയിക്കോട്ടെ, ആ ഒരു അമൽ നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം തരാം എന്ന് പറഞ്ഞ ഒരൊറ്റ അമലേ ഉള്ളൂ. അത് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അതിന് യാതൊരു കണ്ടീഷനുമില്ല. ഒരു കണ്ടീഷനും വയ്ക്കാതെ, ഒരു നിബന്ധനകളും ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നൊന്നും പറയാതെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്നത് സ്വീകരിക്കും. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ളത് സ്വലാത്തിന് മാത്രമാണ്. സ്വലാത്ത് എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, ദുനിയാവിലും നമുക്ക് ഗുണകരമാണ്, ആഖിറത്തിലും ഗുണമാണ്. ദുനിയാവിലും നമ്മുടെ കൈപിടിക്കാനുണ്ടാകും. പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം, ഷെയ്ഖുൻ മുറബ്ബിയാണ് സ്വലാത്ത്. ദോഷങ്ങൾ നമ്മിൽ നിന്ന് അറിയാതെ വന്നുപോയാൽ, നമ്മൾ തെറ്റുകളിലേക്ക് ചായുന്ന സമയത്ത്, ബുദ്ധി നമ്മുടെ ചിന്ത തെറ്റിലേക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഒരു വിധേന അവനെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവനെ ആ തെറ്റിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിച്ച് വേറെ ഒരു നല്ല കാര്യത്തിലേക്ക് അടുപ്പിക്കാൻ ആ സ്വലാത്ത് സഹായകമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ മുറബ്ബിയായ ഷേഖിൻ്റെ ദൗത്യം. തൻ്റെ മുരീദ് എങ്ങനെയെങ്കിലും തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് തടയുക, നന്മ അവനെ കൊണ്ട് കൂടുതലാക്കിപ്പിക്കുക. ഇങ്ങനെയാണ് മുരീദ് ഷേഖ് തമ്മിലുള്ള ബന്ധം. ഈ ഒരു ബന്ധം സ്വലാത്തും സ്വലാത്തിൻ്റെ മുഹിബും തമ്മിലുണ്ടാകും. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്.